ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ വണ്ടി നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുമോ? ചെയ്തു കൊടുക്കും. അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഇത് കായംകുളം ആർടിഒ. സൈക്കിളുണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിശ്വാസമായി ഇവൻ കാറുണ്ടാക്കുമെന്നുള്ള വിശ്വാസമായി. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ നല്ലോണം ഞാൻ സന്തോഷിക്കുന്നുണ്ട്, കാരണം മോൻ്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിയാസനിയാണ്. സനീസ് മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരിഗീതപുരത്തിൻ്റെ നാട്ടിൽ, അതായത് ഹരിപ്പാട്ട്, ഒരു കൊച്ചുമിടുക്കനുണ്ട്. അപ്പം ആ ഒരു കൊച്ചുമിടുക്കൻ നിർമ്മിച്ച വണ്ടിയുടെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. സോളാർ കാർ. അപ്പോൾ തീർച്ചയായിട്ടും വിഷ്ണുവിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. വീഡിയോ ആദ്യ അവസാനം കാണുക. നമ്മൾ നേരെ പോകുന്നത് ഇന്നത്തെ മനോഹരമായിട്ടുള്ള വീഡിയോ കാഴ്ചകളിലേക്ക്. സോളാറിൽ പ്രവർത്തിക്കുന്ന കാർ നിർമ്മിച്ച് ഹരിഗീതപുരമായ ഹരിപ്പാടിൻ്റെ അഭിമാനമാവുകയാണ് വിഷ്ണു വിനോദ്. ഇലക്ട്രിക് സൈക്കിളും സോളാർ കാറുമൊക്കെ മനോഹരമായി നിർമ്മിച്ച് കഴിവ് തെളിയിക്കുന്ന 7ാം ക്ലാസ്സുകാരൻ. ചെറുപ്രായത്തിൽ തന്നെ മുതിർന്നവരെ വെല്ലുന്ന ചിന്തയും ആത്മവിശ്വാസവും അറിവുമായി മുന്നേറുന്ന ഹരിപ്പാടിന്റെ സ്വന്തം വിഷ്ണുക്കുട്ടന്റെ വിശേഷങ്ങളിലേക്ക്. വിഷ്ണുക്കുട്ട, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാ വിശേഷങ്ങൾ? ഇങ്ങനെയൊക്കെ പോകുന്നു. നമ്മുടെ നാട്ടിലെ താരമായിട്ട് ഇങ്ങനെ കളം നിറഞ്ഞാടുകയാണ് വിഷ്ണുക്കുട്ടൻ, അല്ലേ? അപ്പോൾ നമ്മുടെ ഹരിഗീതപുരത്തിന്റെ സ്വന്തം സോളാർ വണ്ടി, എങ്ങനെയാണ് ഇത് നിർമ്മിക്കാനായിട്ടുള്ളൊരു ഐഡിയ മനസ്സിലായിട്ട് തോന്നിയത്? ആദ്യം എനിക്കൊരു ഇങ്ങനത്തെ ഒരു കാർ ഉണ്ടാക്കണമെന്നായിരുന്നു. അത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് അത്രയും പൈസ, ഇത് ഒത്തിരി പൈസയാവും, ഇപ്പം അത്രയും വേണ്ട, പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ നാളിങ്ങനെ പറഞ്ഞ് ഒരു മോട്ടർ മേടിച്ചു തന്നു. ഒരു മോട്ടറിൻ്റെ കിറ്റ്, ആക്സിലറേറ്ററും എല്ലാം കൂടെ ഉള്ളൊരു കിറ്റ്. ആ കിറ്റ് മേടിച്ച് ഞങ്ങൾ സൈക്കിൾ ഫിറ്റ് ചെയ്ത്, അതാണ് ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കിയാണ് ആദ്യം തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഇനി വിഷ്ണുക്കുട്ടൻ്റെ അടുത്ത ആഗ്രഹം എന്താണ്? അടുത്ത ഒരു ATV ഉണ്ടാക്കണം. ആഹാ, അടിപൊളി ആഗ്രഹമാണല്ലോ. അപ്പോൾ അതെന്തായാലും അതിൻ്റെ പണിപ്പുര ഉടനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മുടെ വണ്ടി നിർമ്മിച്ചിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ വിഷ്ണുക്കുട്ടൻ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. അതുപോലെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ വണ്ടി നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുമോ? ചെയ്തു കൊടുക്കും. അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഇത് കായംകുളം ആർടിഒ. അവരുടെയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, അല്ലേ? പക്ഷെ വണ്ടി നമുക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല, അതിന് കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലും അവർ വന്നിട്ട് അവരായിരുന്നു ഇത് ഉദ്ഘാടനം ഒക്കെ ചെയ്തല്ലേ? അപ്പൊ എന്താണെങ്കിലും നമുക്ക് വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ. ഇതാണ് വണ്ടിയുടെ മോട്ടർ. ഇത് ആദ്യം പറഞ്ഞ് 48 വോൾട്ട് 1200 വാട്ട്സിന്റെ ഒരു മോട്ടറാണ്. പിന്നെ അടുത്തത് ഈ സൈഡിൽ വരുമ്പോൾ 4 ബാറ്ററി, 12 വോൾട്ടിന്റെ 4 ബാറ്ററി ഇവിടെ വെച്ചിട്ട്. 12 വോൾട്ടിന്റെ 4 ബാറ്ററിയാണ്. ഈ ബാറ്ററി എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഇത് എറണാകുളത്ത് നിന്ന് മേടിക്കുമായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത പഴയതായിരുന്നു ആദ്യം വെച്ചത്. പിന്നെ ഇത് ഇപ്പൊ ഞാൻ 16,000 രൂപയ്ക്ക് പുത്തൻ മേടിച്ചു വെച്ചാണ്. ഓക്കെ. പിന്നെന്താണ് നമ്മുടെ വണ്ടിയൊക്കെ നിർമ്മിക്കാൻ? പിന്നെ അടുത്ത കൺട്രോളർ. ഇതാണ് വണ്ടിയുടെ കൺട്രോളർ. ഈ കൺട്രോളർ ബോക്സിനകത്ത് ഈ കൺട്രോളർ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ആമസോണിൽ നിന്ന് വല്ലതാണോ വാങ്ങിച്ചത്? ഈ കൺട്രോളറും ആക്സിലറേറ്ററും മോട്ടറും എല്ലാം ആമസോണിൽ നിന്ന് 13,000 രൂപയ്ക്ക് മേടിക്കുമായിരുന്നു. 13,000 രൂപയ്ക്ക് വാങ്ങിക്കുമായിരുന്നു. പിന്നീട് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഉണ്ടല്ലേ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇരിക്കുന്നു, അത് നമുക്ക് പിന്നെ കാണാം. ഇത് നമ്മുടെ സ്വിച്ചുകളാണ്. ഇത് ഏതൊക്കെ സ്വിച്ചുകളാണ്? ഇത് വലിയ ലൈറ്റ്, ഇത് വലിയ ലൈറ്റിന്റെ. പിന്നെ അടുത്തത് കളർ ലൈറ്റ് ഫ്രണ്ടിലത്തെ. പിന്നെ ഈ സ്വിച്ച് സൈഡിൽ കാണുന്ന ഈ ലൈറ്റിന്റെ. ഇത് ഫ്രണ്ട് റിവേഴ്സ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ മീറ്റർ ഉണ്ട് ഇവിടെ. ഇത് എനിക്ക് തോന്നുന്നു നാനോ കാറിന്റെ സ്റ്റിയറിംഗ് അല്ലേ? ഇതും നമ്മൾ എവിടുന്നാ വാങ്ങിച്ചത്? ഇത് ഇവിടെ അടുത്ത് ഒന്നാം കുറ്റി കായംകുളം. അതുപോലെ തന്നെ ഇതിന്റെ മിറർ കണ്ടില്ലേ നിങ്ങൾ? ഏത് വണ്ടിയുടെ മിറർ ഇത്? ഇത് മാരുതിയുടെ മിററാണ്. ടയറുകൾ യൂസ് ചെയ്തിരിക്കുന്നത് ടയർ ആക്റ്റീവയുടെ ടയറുകളാണ്. ബോഡി ഒക്കെ എങ്ങനെയാണ് ചെയ്തത്? ബോഡി ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഇരുമ്പ് ഷീറ്റ് പോയി മേടിക്കായിരുന്നു. ഈ ഷീറ്റ് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന ഡിസൈൻ കട്ട് ചെയ്ത് ഒട്ടിച്ച് റിബൈറ്റ് അടിച്ച് വെച്ചിരിക്കുന്നു.
മോന് ശരിക്കും ഇത് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇത് 99% യൂട്യൂബിൽ നിന്ന് എല്ലാം കിട്ടിയതാണ്. ഓരോ ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അത് നോക്കി നിന്ന് പഠിച്ച് ചെയ്തതാണ് പകുതി. കണ്ടില്ലേ, ഹരിഗീത പുരേശൻ വണ്ടിയുടെ പേരാണ്, അടിപൊളി പേരാണ് കേട്ടോ. ഇത് സ്റ്റിയറിംഗ് നാനോടെ ആയിരുന്നു. നാനോടെ സ്റ്റിയറിംഗ് ഈ റാഡ് അടിയിലത്തെ റാഡ് എയ്സിന്റെ സ്റ്റിയറിംഗ് റാഡാണ്. പിന്നെ സോളാർ പാനലാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ചാർജിങ് എങ്ങനെയാണ് മോൻ? ഇവിടെ എങ്ങനെ വെയിലത്തോണ്ട് വെക്കുവോ? അതെ. അതായത് നമ്മൾ റണ്ണിങ്ങിൽ ഈ ചാർജ് പിടിക്കുന്നുണ്ടല്ലേ? ഓക്കെ. അല്ലാതെ സ്റ്റോർ ആവുമോ? സ്റ്റോർ ആയിട്ട് അത് പിന്നെ ചാർജിന്റെ സിസ്റ്റം നമുക്ക് കുറയുന്നതായിട്ട് കാണിക്കുന്നത് എവിടാണ്? അത് ഇപ്പൊ വെച്ചിട്ടില്ല. ഇത് 3000 രൂപയാവും ആ സാധനം ഫുള്ള് വെക്കുന്നതിനല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ സീറ്റുകളൊക്കെ ചെയ്തിരിക്കുന്നത്? സീറ്റ് ഇവിടെ അടുത്തുള്ളൊരു മാമൻ സജീവ എന്ന് പറഞ്ഞ മാമൻ ചെയ്യുമായിരുന്നു അല്ലേ? ലൈറ്റ് ഒക്കെ നല്ല അടിപൊളി ലൈറ്റ് ആണ്. ഈ ലൈറ്റ് ഒക്കെ എവിടുന്ന വാങ്ങിച്ചേ? ഇത് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചത്. അതുപോലെ മൊബൈൽ ഹോൾഡർ ഉണ്ടല്ലേ? മൊബൈൽ ഹോൾഡർ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമുക്കൊന്ന് തുറക്കാം. തുറന്ന് കാണിച്ചെന്ന്. ഇതുണ്ടോ, അത്യാവശ്യം ഫസ്റ്റ് എയ്ഡുകളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ചാവി. ഇവിടെ ചാവി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? ഭംഗിക്ക് വെച്ചിരിക്കുകയാണല്ലേ? എടുത്തു വെച്ചല്ലേ? അപ്പോൾ നമ്മുടെ വിഷ്ണുവിൻ്റെ കുഞ്ഞൊരു വണ്ടി, വിഷ്ണുവിൻ്റെ ഒരുപാട് ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു വണ്ടി നിർമ്മിക്കണമെന്ന്. അതുപോലെ തന്നെ ഒരു സൈക്കിളാണ് ആദ്യം നമ്മൾ നിർമ്മിച്ചതല്ലേ? അതിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു. എങ്ങനെ നമ്മുടെ ഹരിഗീത പുരേശൻ എന്ന് പറഞ്ഞൊരു കാറ് ഇപ്പം നമ്മുടെ കുട്ടൻ നിർമ്മിച്ചിരിക്കുകയാണ്. വിഷ്ണുക്കുട്ടൻ്റെ വണ്ടിയുടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കാണിക്കുന്നത്. ലൈറ്റ് ഒന്ന് ഓൺ ആക്കിയേ. ലൈറ്റ് ഒന്നിട്ട് നോക്കട്ടെ. കണ്ടോ? പിന്നെ ഇത് ലൈറ്റാണ് ഇടുന്നത്. പിന്നെ അടുത്തത് ഈ കളർ ലൈറ്റ്. അപ്പുറത്ത് നീല, ഇവിടെ പച്ച. നമുക്കൊന്ന് കാണാതെ. ഇവിടെ പച്ച, അവിടെ നീല. ലൈറ്റ് ഒക്കെ ഇവിടെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്? ഓക്കെ. പിന്നീട് ഇനി എന്താണ്? ബാക്കി ലൈറ്റ് ഉണ്ടോ? സൈഡ് ലൈറ്റ് ഉണ്ട്. ഒന്നിട്ടേ നോക്കട്ടെ. വൈറ്റ് ലൈറ്റ് അല്ലേ? വൈറ്റും നീലയും കൂടെ ചേർന്നിട്ടുള്ള ലൈറ്റ്. ഇവിടെ ഒരു ബാറ്ററി ഉണ്ടല്ലോ, ഇത് എങ്ങോട്ട് പോകുന്ന? അത് ഞാനിപ്പം ഈ ലൈറ്റ് അച്ഛനോട് പറഞ്ഞപ്പം അച്ഛൻ ചുമ്മാ ഒരു 2 ലൈറ്റ് മേടിച്ചോണ്ട് വന്നേ. അപ്പൊ അത് കളയണ്ടാന്ന് വെച്ചോണ്ട് ഇവിടെ പഴയ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതിന്റെ ബാറ്ററി ഞാൻ തന്നെ ഒരു സാധനം ഉണ്ടാക്കി ചാർജ് ചെയ്ത് എടുത്ത് വെച്ചിരുന്നു. അപ്പൊ എന്താണെങ്കിലും നമ്മള് എല്ലാ വിശേഷങ്ങളും കണ്ടു. ഇനി മോനെന്ന് കയറി വണ്ടി ഒന്ന് ഓടിച്ചേ. എനിക്ക് കയറി ഓടിക്കാൻ പറ്റൂല, കാരണം ഇതുപോലുള്ള കുഞ്ഞ് നിങ്ങൾക്കൊക്കെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഒന്ന് ഓടിച്ചാൽ ഒന്ന് കാണട്ടെ. അപ്പൊ നമ്മുടെ വിഷ്ണുവിന്റെ വണ്ടിയാണിത്. വിഷ്ണു നല്ല അടിപൊളിയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഒന്ന് കാണിച്ചേ നോക്കട്ടെ. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടില്ല, ഇതിന്റെ ബ്രേക്കും ക്ലച്ചും ഒക്കെ. ഇതാണ് ആക്സിലേറ്ററോ? കൈ കൊടുക്കുന്ന ഏത് വണ്ടിയുടെ ആക്സിലേറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇത് ഇലക്ട്രിക് സ്കൂട്ടറിന് വരുന്ന ആക്സിലേറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റം അല്ലേ? ബ്രേക്ക് സിസ്റ്റം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇത് ഫ്രണ്ട് വീലിലോട്ടാണ് കണക്ട്. ബാക്കിലില്ല അല്ലേ? ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ബ്രേക്ക് അല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ ഹോണാണിത്. കൊള്ളാം. അപ്പൊ വിഷ്ണുക്കുട്ടൻ വണ്ടി ഓടിക്കുകയാണ്. കാണട്ടെ, ഞാൻ ഓടിച്ചു. ബാക്ക് റിവേഴ്സ് എടുക്കുകയാണ്. ഓക്കെ. ഇത് ബുള്ളറ്റിന്റെ ഒരു ഷോക്ക് രണ്ടെണ്ണമാണ്. ബുള്ളറ്റിന്റെ 2 ഷോക്ക് അബ്സറാണ് അല്ലേ? എവിടുന്നാണ് അത് എടുത്തത്? അത് ഇവിടെ ഒന്നാംകുറ്റി അവിടെ വണ്ടിയുടെ അക്സറീസ് കിട്ടുമല്ലോ അല്ലേ? അവിടെ നിന്ന് എടുത്താണ്, പൊളിച്ചു വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്താണല്ലേ? അപ്പൊ നമ്മുടെ വിഷ്ണുവിന്റെ അച്ഛനും അമ്മയാണ്. മകൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പം പൂർണ്ണ പിന്തുണ നൽകി. എല്ലാ കാര്യത്തിലും ഇലക്ട്രിക് പരമായിട്ട് എല്ലാ കാര്യത്തിലും മുന്നോട്ട് തന്നെയാണ്. കാരണം പല പല സാധനങ്ങളാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് സൈക്കിൾ ഉണ്ടാക്കി, ഇലക്ട്രിക് സൈക്കിള്. അത് ഒരുപാട് ആൾക്കാർ കാണാനും ഒക്കെ വന്നു. അന്ന് കുറേ കാലം മുന്നേ തന്നെ അവൻ എന്നോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു കാറുണ്ടാക്കണം. അപ്പം ഞാൻ ചോദിച്ചു, മോനെ നീ എങ്ങനെ കാറുണ്ടാക്കുന്നേ? പക്ഷേ ഈ സൈക്കിൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിശ്വാസമായി, ഇവൻ കാറുണ്ടാക്കുമെന്നുള്ള വിശ്വാസമായി. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ നല്ലോണം ഞാൻ സന്തോഷിക്കുന്നുണ്ട്, കാരണം മോൻ്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ആ വണ്ടിക്ക് പേര് കൊടുത്തതെന്ന് പറയാൻ ഹരിഗീത പുരേശൻ. ഹരിഗീത പുരേശൻ. അത് നറുക്കിട്ടെടുത്തതാണ്. അതെ മോൻ പറഞ്ഞു.
3-4 പേരുണ്ടായിരുന്നു. അപ്പം അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഈ ഒരു പേര് മതി അമ്മേ, അതും കൂടെ കിടന്നോട്ടെന്ന് പറഞ്ഞ് ഇട്ടു. അത് നറുക്ക് വീണത് ഹരിഗീതപുരേശനാണ്. അതെ അതെ അതെ. എന്താണെങ്കിലും ഈ നാടിൻ്റെ ഹരിപ്പാടിൻ്റെ ഒരു അഭിമാനമായിട്ട് മാറുകയാണ് നമ്മുടെ വിഷ്ണുകുട്ടൻ. അതെ. അപ്പോൾ ഇനിയും ഒരുപാട് ആഗ്രഹമുണ്ട് കക്ഷിക്ക്. അപ്പോൾ അതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ട് ഞാൻ നടത്തി കൊടുക്കും. തീർച്ചയായിട്ടും ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. ഓക്കെ. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാ കാര്യത്തിലും അവന് നല്ല രീതിയിൽ നമ്മുടെ ഒരു സപ്പോർട്ടുണ്ട്. കൂടാതെ അവന് പഠിക്കുന്ന കാര്യത്തിലാണേലും മിടുക്കനാണ്. സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് അവന് കിട്ടുന്നുണ്ട്. അങ്ങനെ അവന് ഏത് കാര്യം പറഞ്ഞാലും അതെല്ലാം സാധിച്ചു കൊടുക്കും. ഇപ്പം തന്നെ ഒരു ഇലക്ട്രിക് ഓറ ഭഗവാന്റെ പുറകിന് വെക്കുന്നത്, അത് കഴിഞ്ഞ ദിവസം ഒരു സപ്താഹക്കൊട്ടിലിൽ അത് കൊണ്ടുവച്ചു. അതും നല്ല എല്ലാ കാര്യങ്ങളും അവനത് മേടിച്ചു കൊടുത്തു. അവൻ തന്നെ അത് ശരിയാക്കിയാണ് അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത്. അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ഛനാണേലും ഞാനാണേലും അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷ്ണുക്കുട്ടൻ ആദ്യമായിട്ട് നിർമ്മിച്ചത് ഈ സൈക്കിളാണ്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ വിശേഷം കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സൈക്കിൾ എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് നമുക്ക് വിഷ്ണുക്കുട്ടൻ്റെ ചോദിക്കാം. വിഷ്ണുക്കുട്ട പറഞ്ഞോ. ഇത് ആദ്യം മോട്ടർ ചെയ്തു. സാധാ സൈക്കിളായിരുന്നു. എന്തൊക്കെ മാറ്റം വരുത്തി മോൻ? അത് മോട്ടർ വെച്ചു, പിന്നെ ബാറ്ററി. ബാറ്ററി എത്ര വോൾട്ടിന്റെ ബാറ്ററിയാണത്? 12 വോൾട്ട്, രണ്ടെണ്ണം 24 വോൾട്ട്. ഇതിപ്പോ ചെയ്തിട്ട് എത്ര നാളായി? ഇത് ഒരു 8 മാസമായി. 8 മാസത്തോളമായി. അപ്പൊ ഇതിന്റെ മോട്ടർ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്? മോട്ടർ 24 വോൾട്ട് 250 വാട്ട്സ്. എവിടുന്നാ വാങ്ങിച്ചത്? ഇത് ആമസോണിൽ നിന്നാണ് മുഴുവനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത് അല്ലേ? ആദ്യം കീ ഓണാക്കണം. കീ എവിടാണ്? ഇതാണ് കീ. ഓണാക്കിയിട്ട് കൈ കൊടുക്കുമ്പോൾ മുമ്പോട്ട് പോകും. ഒന്ന് ഓടിച്ചേ, പറത്തിക്കോ. ഹരിഗീതപുരത്തിൻ്റെ നാട്ടിൽ ഹരിപ്പാട് അഭിമാനമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷ്ണുവിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. അതായത് വിഷ്ണു മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പം ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സോളാർ കാർ നിർമ്മിച്ചിട്ട് പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷ്ണുവിൻ്റെ വിശേഷങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടത്. ഇതുപോലുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞി ബെൽബട്ടൺ കാണും. ആ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു അധ്യായത്തിൽ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഒരു ടാറ്റ കൊടുത്തു. ഓക്കെ.